ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ പിന്നോട്ടെന്ന സൂചന. പാർട്ടി നിലപാട് മാറുമോ എന്ന ചോദ്യത്തിന് മാറാത്തതായി ഒന്നുമില്ല എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വിശ്വാസികളുടെ താൽപര്യവും നിയമപരമായ താൽപര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും വ്യക്തമാക്കി. കോടതി നിലപാട് കാത്തിരിക്കുന്നുവെന്ന മന്ത്രി P രാജീവും പറഞ്ഞു. അതേസമയം യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് NSS. വിശ്വാസികളെ താല്പര്യം സംരക്ഷിക്കണം, എന്നാൽ ജനാധിപത്യപരമായ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുകയാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കില്ല, മാറ്റമില്ലാതെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ മാറ്റം. വിശ്വാസികളുടെ താല്പര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വിധി പുനഃപരിശോധിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. പുനഃപരിശോധിക്കാനായിട്ട് ഒരു ബെഞ്ച് വരും. ആ ബെഞ്ച് വരുന്നത് വരെ കാത്തിരിക്കാം. ബെഞ്ച് വന്നിട്ട് എന്താണ് ആ ചോദിക്കണമെന്ന് വെച്ചിട്ടില്ല. സുപ്രീം കോടതി വരും 1 മിനിറ്റ് കൊണ്ട് ഇതാ സർക്കാർ ഈ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധി ഒന്ന് വായിച്ചു നോക്കി ആരൊക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗവൺമെൻറ് ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളത് അന്വേഷിച്ചിട്ടുമില്ല. തിരുത്തണമെന്ന് പ്രതീക്ഷയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടല്ലോ. റഹീസ് റഷീദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റഹീസ്, നാളെ സുപ്രീം കോടതിയിൽ നിർണായകമായ ഹർജി പരിഗണിക്കാനിരിക്കെ സർക്കാർ നീക്കമെത്തുന്ന ആകാംക്ഷയുണ്ട്. അതിനിടയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പിന്നോട്ടെന്ന സൂചനകൾ നൽകുന്നത്. മാറ്റം അതുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. CPM പിന്നോട്ട് പോകുന്ന നിലപാടിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ആ നിലപാട് തന്നെയായിരിക്കും കോടതിയിലും സ്വീകരിക്കുക. ഇന്നിപ്പോൾ MV ഗോവിന്ദന്റെയും വിജയരാഘവന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോടതി തീരുമാനം വരട്ടെ എന്നതാണ് നേതാക്കളുടെ ഒക്കെ തന്നെയും പ്രതികരണം. റഹീസ, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അത് നിർണായകമാകും. ഇപ്പോൾ മുൻ നിലപാടിൽ നിന്നും പിറകോട്ട് പോകുന്നു എന്നാണോ ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? വിനീത, യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാടെടുത്ത LDF സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന സൂചനകളാണ് CPIMന്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോഴും MV ഗോവിന്ദനും A വിജയരാഘവനും P രാജീവും അടക്കമുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും 2019 പുനഃപരിശോധന ഹർജി വന്ന സമയത്ത് തന്നെ അത്തരം ചില സൂചനകൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തതാണ്. നാളെ കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം വാദം മാർച്ച് അവസാനം ഏപ്രിൽ ആദ്യം ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ് സർക്കാർ കാണുന്നത്. ആ സമയത്ത് നിലപാട് പറയേണ്ടി വരും എന്ന് തന്നെ കരുതുന്നു. സ്വാഭാവികമായും NSS അടക്കമുള്ള സംഘടനകൾ സർക്കാർ അനുകൂല നിലപാടെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ NSS ഒക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹൈന്ദവ അയ്യപ്പ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന തരത്തിൽ യുവതീ പ്രവേശനം വേണ്ടതില്ല എന്ന നിലപാട് സത്യവാങ്മൂലമായി സർക്കാർ നൽകാനാണ് സാധ്യത. സർക്കാർ അങ്ങനെ ഒരു നിലപാടെടുത്താൽ ദേവസ്വം ബോർഡും മുൻ നിലപാട് മാറി സർക്കാർ അനുകൂല നിലപാട്, അതായത് സ്ത്രീകൾ ശബരിമല സന്നിധാനത്ത് പെൺകുട്ടികൾ പ്രവേശിക്കേണ്ടതില്ല എന്ന നിലപാട് മാറ്റിയുള്ള സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് നൽകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വിനിത, ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.